ജെയ്സൺ പറഞ്ഞു വരികയായിരുന്നു കെ മുരളീധരൻ മുരളി മന്ദിരത്തിൽ ചെന്ന് കരുണാകരൻ്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക. നോക്കൂ, ഏതൊക്കെ ഇനിയിപ്പോൾ വി എസ് സുനിൽകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപിയും മുരളീധരനുമാണ് ബാക്കിയുള്ളത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്. നികേഷ്, ഇപ്പോൾ ലേബി സജീന്ദ്രൻ പറഞ്ഞതും ഇപ്പോൾ പി കെ ബിജു പറഞ്ഞതും തുടർച്ച എന്ന നിലയിൽ കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. കരുവന്നൂർ കേസ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ സജീവമായി വരുന്നു എന്നതാണ് കെ മുരളീധരനോട് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിനാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഒരു ഡീലുണ്ട്, BJPയും CPM തമ്മിലുള്ള ഡീലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും ED സജീവമാകുന്നത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്ക് നോട്ടീസ് നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച നേതാക്കൾക്ക് ഭയമുണ്ട് എന്ന ഒരു അഭിപ്രായമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി രസകരമായ മറുപടിയാണ്. പുറത്തേക്ക് മാത്രമേ ആ ഭയമുള്ളൂ, അകത്ത് ഭയമില്ല. കാരണം എന്താണ് ഡീലെന്ന് CPM നേതാക്കൾക്ക് കൃത്യമായി അറിയാമെന്നാണ്. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് രണ്ട് മണ്ഡലങ്ങളിൽ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറുന്നത്. നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് കരുവന്നൂർ വിഷയമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സീറ്റിനെങ്കിലും നിർണ്ണയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കരുവന്നൂർ സംബന്ധിച്ച് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അത് ഡീലിൻ്റെ ഭാഗമാണ് എന്നുള്ള പ്രതികരണം UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അതിന് നമുക്കൊരു പൊതുവായ വീക്ഷണത്തിൽ നോക്കിയാൽ തിരുവനന്തപുരവും തൃശ്ശൂരും അതിശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. ആ രണ്ട് മണ്ഡലങ്ങളിലും ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി നടക്കുമോ എന്ന ഒരു സംശയം ഏതെങ്കിലും കോണിൽ നിന്ന് ഉയർന്നാൽ അത് അത്ഭുതപ്പെടുത്തേണ്ടതില്ല എന്ന പരോക്ഷമായ ഒരു സൂചന കൂടിയാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് വേണം നമുക്ക് ഈ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കാം. പക്ഷേ കെ മുരളീധരൻ അത് സംബന്ധിച്ച് വ്യക്തമായ മറുപടി ഇന്ന് നൽകുന്നത് എന്ത് ഡീലുണ്ടായാലും തൃശ്ശൂരിൽ UDF ജയിച്ചിരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ ഡീലിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കരുവന്നൂർ കേസ് സജീവമാകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നാളെയാണ് CPM ജില്ലാ സെക്രട്ടറിയോട് ഹാജരാൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹവുമായി ഇന്നലെയൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലകൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മറുപടി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. PK ഷാജനാണെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്. PK ബിജു ഇന്ന് ഹാജരായിരുന്നു. PK ബിജു കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹം ഹാജരാവുകയായിരുന്നു. ഏതായാലും കരുവന്നൂർ വിഷയത്തെ വീണ്ടും സജീവമാക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയമാണ് കെ മുരളീധരൻ എന്ന് പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന് SDPIയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരാൾക്കും വോട്ട് ചെയ്യാൻ, ആർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അത്തരത്തിൽ അത് SDPI എന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയെന്നോ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല എന്ന ഉറച്ച അഭിപ്രായമാണ് കെ മുരളീധരൻ നൽകുന്നത്. പക്ഷേ അതിനെ എൻഡോഴ്സ് ചെയ്യാൻ അദ്ദേഹം പരസ്യമായി എൻഡോഴ്സ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അതിന് പകരമായി അദ്ദേഹം മറ്റൊരു മാർഗത്തിലൂടെ മറ്റൊരു ആശയം പങ്കുവെച്ചുകൊണ്ടാണ് SDPIയുടെ പിന്തുണയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുന്നത്. അതിശക്തമായ, നേരത്തെ നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ മത്സരം നടക്കുന്നു. മത്സരത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിൻ്റെ രൂക്ഷത നമുക്ക് പുറത്തിറങ്ങുമ്പോൾ വായിച്ചെടുക്കാനാകും. നമ്മൾ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുമായി ഒന്നിച്ചു പോകുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചറിയാനാകും. അതിനിടയിലേക്കാണ് കരുവന്നൂർ വിഷയം വീണ്ടും സജീവമായി വരുന്നത്. ഓരോ നേതാക്കളും EDക്ക് മുന്നിലേക്ക് ഹാജരാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നത് LDFിന് ഒരു പരിധിവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, ഒരു ആശങ്കയിലാക്കുന്നുണ്ട് എന്നൊരു വസ്തുത തന്നെയാണ്. എന്ന് എല്ലാ ദിവസവും ഓരോ നേതാക്കൾക്ക് നോട്ടീസ് ലഭിക്കുന്നു. ആ നോട്ടീസ് BJP ബോധപൂർവം BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ED നോട്ടീസ് എന്നതാണ് CPM നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് ഈ BJP വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡീൽ CPMുമായി ഉണ്ടാക്കിയിട്ടുണ്ട്, BJPയായി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ്. ഏതായാലും ഒരു ഭാഗത്ത് BJP ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ജെയ്സനെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ജെയ്സണിലേക്ക് വരുന്നുണ്ട്. നമുക്ക് 1 മണിക്ക് മുമ്പ് വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യണം. എന്താണ് ഡീൽ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കെ മുരളീധരൻ ആ ഡീലിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, ED ഇപ്പം സജീവമാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ഡീൽ ഉറപ്പിക്കാനുള്ള EDയുടെ നോട്ടീസാണ്. കാരണം അത്ര വലിയൊരു ആക്ഷനിലേക്കൊന്നും ED പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ EDയുടെ ലക്ഷ്യം മോഡിക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് 1-2 പേരെ അയക്കുക. ആ ലക്ഷ്യമാണ് ഈ നോട്ടീസിൻ്റെ പുറകിൽ. സീറ്റ് തൃശ്ശൂരും തിരുവനന്തപുരം തന്നെ, അല്ലാണ്ട് വേറെ ഏതാ. ഞാൻ ആ ഡീലിൽ ഒട്ടും ഭയപ്പെടുന്നില്ല. ആ ഡീൽ ഉണ്ടെന്ന് കരുതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരും തിരുവനന്തപുരവും തമ്മിലൊരു ഡീലുണ്ട്, അല്ലെങ്കിൽ രണ്ടും BJP കൊടുക്കാമെന്നാണോ അതോ ഒന്നിനു പകരം മറ്റൊന്ന് കൊടുക്കാമെന്നാണോ എന്നതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്.